ഇതിനകത്ത് എക്സ്പെൻഡിച്ചറോ വന്നിട്ടുള്ളത്. അല്ല അത് മാത്രമല്ല ഉള്ളത്. അപ്പൊ ആ ടൗൺ ഹാളിൽ ഒന്ന് പെയിന്റ് ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട് തുക മാറ്റി വെക്കണം. ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ IEC ഫണ്ട്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഫണ്ട്, കപ്പാസിറ്റി ബിൽഡിങ്, സിറ്റി സാനിറ്റേഷൻ ആക്ഷൻ പ്ലാൻ, ഡെവലപ്മെന്റ് ഫണ്ട്, KSWFPയുടെ സെൻട്രൽ ഷെയർ, അങ്ങനെ ഒരു 1 കോടിയും 11 കോടിയും ഒക്കെ ആയിട്ട് ഉണ്ട്. ഈ ഫണ്ടുകൾ കൂടി ഉപയോഗിച്ചിട്ട് വേണം കമ്മ്യൂണിറ്റി ടോയ്ലറ്റും ശ്മശാനവും ആ ഫണ്ടിൽ നിന്ന് കണ്ടെത്തണം. അതിൽ 100 ഗ്രാൻഡ് ഓഫ് ഷെൽട്ടർ ഹോംസ്, റെസ്ക്യൂ ഷെൽട്ടേഴ്സ്, അതെന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരാരെങ്കിലും പറഞ്ഞു തന്നാൽ മതി. അത് ഈ പ്രളയവും കോവിഡും വന്നപ്പോൾ നമ്മൾ ഷെൽട്ടറുകൾ മിനിമം ഹോസ്പിറ്റലെല്ലാം ഇതിനകത്ത് വെച്ചത് കൊണ്ട് അതുപോലത്തെ സംവിധാനമുണ്ടോ, അതല്ലെങ്കിൽ തെരുവുനായകൾക്ക് വേണ്ടി ഷെൽട്ടറുകൾ പണിയുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തന്നാലേ എന്താണെന്ന് ആലോചിച്ചിട്ട്. ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ടിൽ നിന്നും കുറേ തുകയും വിദ്യാഭ്യാസ കായിക മേഖലയിലേക്ക് അനുവദിച്ച തുകയും കൂടി കൂട്ടിയിട്ട് ആ ശില്പത്തിന് ഒരു 8 ലക്ഷം രൂപ നമുക്ക് നീക്കിവെക്കാൻ സാധിക്കും. വേറെ ടൂറിസത്തിന് വേണ്ടിയിട്ട് മന്ത്രിയുടെ ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു 9 കോടി രൂപ അതിനകത്തേക്ക് മാറ്റിവെക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന വിധത്തിലുള്ള ഒരു ആരോഗ്യ ദൃഢഗാത്രനായ മഹാബലിയെ തന്നെ അവിടെ നിർമ്മിക്കണം. 3 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപക്കും ആരെങ്കിലും വന്ന് പണിയാമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്താൽ പണി പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മഹാബലി ആയിരിക്കില്ല അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ പണി എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ വീട്ടിൽ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ഞാനും ആയിരുന്നു. അപ്പം ആ പണി അയാൾക്ക് തന്നെ കൊടുക്കുകയും അതിനകത്ത് എനിക്ക് 10 ദിവസം ലാഭത്തിന് വേണ്ടിയിട്ട് കമ്മീഷന് വേണ്ടിയിട്ട് അല്ല, കൃത്യമായിട്ട് ഈ കാണുന്ന വിധത്തിൽ തന്നെയുള്ള ഭംഗിയുള്ള ഒരു 12 അടി ഹൈറ്റുള്ള ഒരു ശില്പം, അതിൻ്റെ ഫൗണ്ടേഷൻ നന്നായിട്ട് ചെയ്ത് അത് കമ്പിയിട്ട് വാർത്ത് കയറിയിട്ട് വേണം അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ. അതിലെ ക്രെഡിറ്റേറിയത്തിന് 3 ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. നേരത്തെ സംസാരിച്ചു പോയതാണ്. അത് അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഒരു 15 ലക്ഷം രൂപ നീക്കി വെക്കുകയും നേരത്തെ പറഞ്ഞ ഫണ്ടിൽ നിന്നെല്ലാം കൂടി കണ്ടിട്ട് അടുത്ത പദ്ധതി വർഷത്തിൽ തന്നെ നഗരസഭയുടെ ശ്മശാനം, കളമശ്ശേരി നഗരസഭയുടെ ശ്മശാനം കണ്ട അപ്പം തന്നെ മരിക്കാൻ തോന്നും, അത്ര ഭംഗിയാണ്. അപ്പൊ അതുപോലത്തെ ഒരു ശ്മശാനം നമുക്ക് അടിയന്തരമായിട്ട് പണിയണം. അതുപോലെ 338 കേരളോത്സവത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. ഒന്നും ആയില്ല. 2.5 ലക്ഷം രൂപ 338, 2.5 ലക്ഷം രൂപ അതിനകത്ത് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ അവസാനം പരിപാടി മൈക്കിന് 2-3 ദിവസത്തെ മൈക്കിന് ഉള്ള കാശ് കുട്ടികൾക്ക് വേണം ഭേദഗതിയോടുകൂടി പാസ്സാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.